നമസ്കാരം. എൻ്റെ പേര് ശ്രീദേവി. തേർഡ് സ്റ്റാൻഡേർഡ് ബിയിൽ പഠിക്കുന്ന ലക്ഷ്മി പ്രഭയുടെയും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എയിൽ പഠിക്കുന്ന യദുനന്ദൻ്റെയും പാരൻ്റാണ്. ഞാൻ കഥാനേരം എന്ന സ്ലോട്ടിലൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ റീസെൻ്റായിട്ട് വായിച്ചിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ഓഥറായ സുധാമൂർത്തി മാഡം എഴുതിയ ഹൗസ് ഓഫ് കാർഡ്സ് എന്ന ബുക്കിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യാനാണ്. ഫസ്റ്റ് ഓഥറെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഫീൽഡിലോട്ട് മാമിൻ്റെ കോൺട്രിബ്യൂഷൻസ് മാം ചെയ്തിട്ടുണ്ട്. ലൈക്ക് എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ. ബേസിക്കലി മാം ഒരു ടീച്ചറാണ്. അപ്പോൾ മാമിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഈ പറയുന്ന മാമിൻ്റെ എല്ലാ ബുക്സിലും കാണാനും പറ്റും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്ത ബുക്കായിരുന്നു. ആ ബുക്ക് എന്ന് പറയുന്നത് ദ ഡേ ഐ സ്റ്റോപ്പ് ഡ്രിങ്കിങ് മിൽക്ക്. മാം എഴുതിയ ബുക്കാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കാണ്. ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു കളക്ഷനാണ്. അന്ന് അതെന്നെ എത്രത്തോളം ഇൻസ്പയർ ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്നും ഞാൻ ഈ മാമിൻ്റെ ബുക്സ് ചൂസ് ചെയ്യുന്നത്. ഇത് വളരെ റീസെൻ്റായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇത് ഒരു അഡൾട്ട് ബേസ്ഡ് ബുക്കാണ്. അഡൾട്ട് ബേസ്ഡ് ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു വർക്കിംഗ് വുമണിനെ പറ്റി ആണ് മെയിൻ ക്യാരക്ടർ. വർക്കിംഗ് വുമണാണ് മെയിൻ ക്യാരക്ടർ. മൃദുല എന്നാണ് പേര്. ടീച്ചറാണ്. അവരുടെ ഫാമിലിയിൽ വരുന്ന ചേഞ്ചസ്, അവരുടെ ഫാമിലിയിൽ വരുന്ന ബ്രേക്ക് ഡൗൺസ്, അതെങ്ങനെ ഇന്നത്തെ കാലത്ത് കൂടുതൽ റിലവൻ്റ് ആവുന്നു. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാം നമ്മളൊരു ഓൺലൈൻ മോഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും റിലേഷൻഷിപ്പിന് ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്രാക്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ബുക്ക്. ഈ ഒരു ബുക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആര് വായിച്ചാലും ഇതിലെ ക്യാരക്ടേഴ്സ്, ഒരാളെന്നല്ല പല ക്യാരക്ടേഴ്സും നമ്മുടെ മുമ്പിലുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് തോന്നും. അത്രയും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും ആണ്, തീമുമാണ് ഇവിടെ മാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റാണ് മീ ടൈം. അതായത് നമ്മൾക്ക് വേണ്ടി ചിലവാക്കുന്ന സമയം. അത് ഒരു ദിവസത്തിൽ മിനിറ്റുകളാവാം, മണിക്കൂറുകളാവാം. പക്ഷേ അത് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം. ബാക്കി എല്ലാ തിരക്കുകളും ആഫ്റ്റർവേഡ്സ് രണ്ടാമതായിരിക്കണം. അപ്പോൾ അതിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ റീഡിങ് തന്നെയാണ്. ഒരുപാട് എനിക്കതിൽ മാറ്റം വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇയേഴ്സ് ബൈ ഇയേഴ്സ് നമ്മൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അത് എങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായാലും ശരി, നമ്മുടെ സൊസൈറ്റിയിലായാലും ശരി, എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതും ഇതിലൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. മൂന്നാമത്തെ കാര്യം വന്നിരിക്കുന്നത് ടു സേ നോ. സ്ട്രോങ് ആയിട്ട് നോ എന്ന് പറയാനുള്ള കാലിബർ, അല്ലെങ്കിൽ അതിനുള്ള പവർ നമുക്ക് എങ്ങനെ വേണം. നോ എന്ന് പറയേണ്ടവിടെ നോ തന്നെ പറയണം, യെസ് എന്ന് പറയുന്നവിടെ യെസ് തന്നെ പറയുകയും വേണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുമ്പോഴുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയാണ് ഈ നോവലിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർവേഡ്സ് നമുക്കൊരു ഇൻസിഡൻറ്റ് നടന്ന ശേഷം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സഫർ ചെയ്ത ശേഷം നമുക്ക് മറ്റുള്ളവരായിട്ട് നിങ്ങൾ കാരണമല്ലേ ഞാൻ ഇത്രയും സഫർ ചെയ്ത എന്ന് ചോദിക്കണതിൽ കാര്യമില്ല. വി ഓൾ ഹാവ് അവർ ഓൺ ഒപ്പീനിയൻ, റൈറ്റ്? അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ. ഹൗ ടു ഹാൻഡിൽ, അതിനെന്ത് വേണം, നമ്മൾ ആരാണെന്ന് നമുക്കറിയണം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് കഴിവുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഒരുപാട് കഴിവുകൾ ആയിട്ട് പോകുന്നവരായിരിക്കാം. അപ്പോൾ അതെങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു, അതെങ്ങനെ മറ്റുള്ളവരായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരുപാട് നല്ല എയിംസ് ഉള്ളൊരു നല്ലൊരു ഗോൾ പറഞ്ഞു തരുന്ന ഒരു ബുക്കാണ് ദ ഹൗസ് ഓഫ് കാർഡ്സ്. ഞാൻ പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ പാരൻസും ഈ ബുക്ക് വായിക്കണം എന്നാണ്. ഈ ബുക്ക് മാത്രമല്ല, മാമിൻ്റെ ഒരുപാട് ബുക്കുണ്ട്. മഹാശ്വേത, ഇങ്ങനെ ഒരുപാട് ബുക്കുണ്ട്. ഹൗ ദസ് ഒണിയൻ ഗോഡ്സ് ലെയേഴ്സ്, അത് കുട്ടികളുടെ ബുക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഓഫ് ബുക്കുണ്ട്. അറ്റ്ലീസ്റ്റ് മാഡത്തിൻ്റെ ഒരു ബുക്കെങ്കിലും എല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അതേപോലെ തന്നെ കുട്ടികളോട് ഞാൻ പറയുകയാണ്, ഇത് മേ ബി നിങ്ങൾക്ക് ഈ ബുക്കിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായേക്കാം, നിങ്ങൾ ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ല, അതായിരിക്കാം. പക്ഷേ തീർച്ചയായും മാം ചിൽഡ്രൻ ബേസ്ഡ് ഒരുപാട് സ്റ്റോറീസ് ഇറക്കിയിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറീസ് ആയാലും ശരി, ഫിക്ഷൻസ്, നോൺ ഫിക്ഷൻസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുണ്ട്. തീർച്ചയായിട്ടും ഒരു ബുക്കെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. അത് നിങ്ങളിൽ വരുത്തുന്ന ചേഞ്ച് വളരെ വലുതാണ്. Again I am repeating,
The relationships are built on trust, respect, and understanding. Thank you, and have a happy weekend.